റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ, ലജ്ജ, സ്വല്പ ഉളുപ്പുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. താങ്കളുടെ ഈ ഭാഷയുടെ അഹന്തയും ധാഷ്ട്യവും പകയും ഒക്കെ അവിടെ നിന്നും കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന താങ്കളുടെ പ്രിയപ്പെട്ട ദിലീപിൽ നിന്നും കേട്ടതാണ്. അതേ ഭാഷ ഉപയോഗിച്ച് താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല. താങ്കൾക്ക് പറയാനുള്ള വാദമൊക്കെ പറഞ്ഞോളൂ. നാണമുണ്ടോ ഉളുപ്പുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് തിരിച്ചും ചോദിക്കാവുന്ന ഭാഷയാണ്. പക്ഷെ അത് എന്റെ ഭാഷയല്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായം പറയാം. നിങ്ങൾ ഇരപരിവേഷം നൽകിയിരിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ ഇരപരിവേഷം നൽകിയിരിക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ മാന്യമായ ഭാഷയിൽ കേൾക്കണമെങ്കിൽ പ്രതിമ കൊണ്ടുവച്ചാൽ എന്ത് മാന്യമാ? നിങ്ങൾക്ക് എന്ത് മാന്യതയായിരുന്നു ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ ചാനലിന്? നിങ്ങൾക്ക് എന്ത് മാന്യതയാ? ഞാൻ മാന്യമായ ഭാഷയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ 8.5 വർഷക്കാലം ഒരാളെ വേട്ടയാടിയിട്ട് ഈ നാടിന്റെ നീതി, ഈ നാടിന്റെ നീതിബോധം, ഈ നാടിന്റെ അവസാന വാക്ക് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചപ്പോൾ നിങ്ങൾ പറയാ കേരളത്തിലെ പൊതുജനമല്ല നിങ്ങളുടെ പോക്കറ്റിലാണെന്ന്. ഇന്ന് കാണിച്ച പൊതുജനത്തിന്റെ പോക്കറ്റ്. നിങ്ങൾക്ക് നാണമുണ്ടോ? അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഇരയെ മറയാക്കി ദിലീപിനെ ഉള്ള വൈരാഗ്യം തീർക്കാണ്. കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി. എന്നിട്ട് നിങ്ങൾ കോടതിയെ വിമർശിച്ചു. നിങ്ങൾ ജഡ്ജസിനെ വിമർശിക്കുന്നു. എങ്ങനെയാ? മ്ലേച്ഛമായ ഭാഷയിൽ. എന്നിട്ട് നിങ്ങൾ വലിയ ഡീസൻസി കളിക്കുന്നു.